T20 ലോക കിരീടം നിലനിർത്താനും മൂന്നാം കിരീടം സ്വന്തമാക്കി റെക്കോർഡിടാനും ഇന്ത്യയുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നു. T20 ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ ഏറെ. നിലവിൽ ലോകത്തിലെ ഒന്നാം നമ്പർ T20 ടീം ഇന്ത്യയാണ്. T20യിലെ ഒന്നാം റാങ്കിലുള്ള ബാറ്ററും ഒന്നാം റാങ്കിലുള്ള ബൗളറും ഇന്ത്യൻ താരങ്ങൾ തന്നെ. അഭിഷേക് ശർമ്മയും വരുൺ ചക്രവർത്തിയുമാണ് T20 റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങൾ. സ്വന്തം മണ്ണിലാണ് മത്സരം എന്നതും മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഇന്ത്യക്ക് നൽകുന്നു. സഹ ആതിഥേയരായി ശ്രീലങ്കയുണ്ടെങ്കിലും ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ മത്സരം നടന്നാൽ മാത്രമേ ഇന്ത്യക്ക് ആ മണ്ണിൽ കളിക്കേണ്ടതുള്ളൂ. ആദ്യ മത്സരത്തിൽ USA ആണ് ഇന്ത്യയുടെ എതിരാളി. ആ ടീമിലും ഇന്ത്യൻ വംശജരായ താരങ്ങൾ നിരവധിയുണ്ട്. മോനങ്ക് പട്ടേലാണ് അവരുടെ ക്യാപ്റ്റൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളായ ബുംറയ്ക്കും അക്ഷർ പട്ടേലിനും ഒപ്പം ഗുജറാത്തിനായി കളിച്ച താരമാണ് മോനങ്ക്. മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത. എങ്കിലും ക്രിക്കറ്റ് ആയതിനാലും T20 പോരാട്ടം എന്ന നിലയിലും USA അങ്ങനെ എഴുതി തള്ളേണ്ടതില്ല. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ-USA പോരാട്ടം. ഇന്ന് വൈകിട്ട് 7 മുതലാണ് മത്സരം. ടോസ് നേടുന്ന ടീം ഇന്ന് ആദ്യം പന്തെറിയാനായിരിക്കും തീരുമാനിക്കുക. രണ്ടാമത് പന്തെറിയുന്ന ടീമിന് സാഹചര്യങ്ങൾ പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. രാത്രിയിലെ മഞ്ഞുവീഴ്ചയടക്കമുള്ള പ്രശ്നങ്ങൾ പിച്ചിനെ ബാധിക്കുമെന്നതിനാൽ പ്രത്യേകിച്ചും ബാറ്റർമാർക്ക് കൂടുതൽ സഹായം കിട്ടുന്ന പിച്ചാണ് വാങ്കഡയിലേത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര അതിശക്തമാണ്. മുൻനിര താരങ്ങളെല്ലാം കൃത്യസമയത്ത് ഫോമിലേക്ക് എത്തിയതും ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ പര്യാപ്തമാണ്. മലയാളി താരം സഞ്ജു സാംസണിന് ഇന്ന് അന്തിമ 11-ൽ സ്ഥാനമുണ്ടാകാൻ സാധ്യതയില്ല. താരത്തിൻ്റെ സമീപകാലത്തെ മോശം ഫോമാണ് തിരിച്ചടിയായത്. ബാക്കപ്പ് കീപ്പറായി ടീമിലെത്തിയ ഇഷാൻ കിഷൻ സന്നാഹ മത്സരത്തിലടക്കം ഓപ്പണിംഗിൽ വെട്ടിത്തിളങ്ങിയതും സഞ്ജുവിൻ്റെ വഴിയടച്ചു. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമായിരിക്കും ഇന്ന് ഓപ്പൺ ചെയ്യുക. മൂന്നാമനായി തിലക് വർമ്മ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിക്കുമാറി സന്നാഹ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ച് ഫോമിലേക്ക് മടങ്ങിയെത്തിയാണ് തിലക് വരുന്നത്. 4-ാം സ്ഥാനത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളത്തിലെത്തും. 5-ാം സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യയും 6-ാമനായി ശിവം ദുബെയും ബാറ്റിങ്ങിനായെത്തും. 7-8 സ്ഥാനങ്ങളിൽ റിങ്കു സിംഗും അക്ഷർ പട്ടേലും ബാറ്റിങ്ങിനെത്തും. ബൗളിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് പേസർമാരായി ബുംറയും അർഷ്ദീപ് സിംഗും കളിക്കും. ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയായിരിക്കും ഇറങ്ങുക. ഹർദിക്, ശിവം ദുബെ, അക്ഷർ പട്ടേൽ എന്നിവരും ബൗളിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുമെന്നതിനാൽ 11 സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഈ 11-ൽ മാറ്റം വരാൻ സാധ്യത കുറവാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന തിലക് വർമ്മ തന്നെയാണ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ബാറ്റ് വീശാൻ കൽപ്പുള്ള താരമാണ് തിലക്. ടീമിൻ്റെ ബാലൻസ് കൃത്യമായി കാക്കുന്നതും തിലകിൻ്റെ സാന്നിധ്യമാണെന്ന് പറയാം. സ്ട്രൈക്ക് കൈമാറി ബാറ്റ് ചെയ്യാനും കൂറ്റൻ സ്കോറുകൾ നേടേണ്ട ഘട്ടങ്ങളിൽ അത് ചെയ്യാനും ധൈര്യം കാണിക്കുന്ന താരം കൂടിയാണ് തിലക്. വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ മറ്റൊരു തുരുപ്പുചീട്ട്. എതിർ ടീം തച്ച് തകർത്ത് മുന്നേറുന്ന ഘട്ടത്തിൽ അവരുടെ മുന്നേറ്റത്തെ തടയാനും വിക്കറ്റ് വീഴ്ത്താനും വരുൺ പ്രത്യേക വിരുത് പ്രദർശിപ്പിക്കാറുണ്ട്. താരത്തിൻ്റെ ബൗളിങ്ങിലെ വൈവിധ്യങ്ങൾ എതിർ ബാറ്റർമാർക്കുണ്ടാക്കുന്ന അലോസരം ചില്ലറയല്ല. 6 പന്തുകൾ 6 വ്യത്യസ്ത രീതികളിൽ സ്പിൻ ചെയ്തെറിയാനുള്ള മികവും വരുണിനെ വ്യത്യസ്തനാക്കുന്നു. 2024 തുടങ്ങിയ ഒരു അപൂർവ യാത്രയുടെ തുടർച്ചയാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം. 2024-ൽ ഇന്ത്യ T20 ലോകകപ്പ് ഉയർത്തി. 2025-ൽ ചരിത്രത്തിലാദ്യമായി വനിതാ ടീം ഏകദിന ലോകകപ്പും സ്വന്തമാക്കി. 2026-ൽ ഇന്ത്യയുടെ അണ്ടർ-19 ടീം ഏകദിന ലോക കിരീടം 6-ാം തവണയും പിടിച്ചെടുത്തു. അടുത്തത് സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും ഊഴമാണ്. ഇത്തവണത്തെ T20 ലോക കിരീടം ഉയർത്തി ഇന്ത്യ ഈ യാത്ര കൂടുതൽ സവിശേഷമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗുഡ് ലക്ക് ടീം ഇന്ത്യ.